ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ്. അവര് ഓവർസീസിൽ എത്ര ജോബ് അപ്ലൈ ചെയ്തിട്ടും ഒരു റെസ്പോൺസും കിട്ടുന്നില്ല. ഒരു റിജക്ഷൻ മെയിൽ പോലും കിട്ടുന്നില്ല എന്നുള്ളത്. ഇതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാല് നമ്മൾ അയക്കുന്ന ഈ ജോബ്സ് കമ്പനികളിലോ അല്ലെങ്കിൽ എച്ച്ആറിന്റെ അടുത്തോ എത്തുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം ഇവരുടെ ഹയറിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ അയക്കുന്ന സിവി ഓട്ടോമാറ്റിക്കലി ഫ്ലാഗ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് നമ്മളിപ്പോൾ ജോബ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചോളൂ. അപ്പോൾ അവര് കുറച്ച് സർട്ടൻ ക്രൈറ്റീരിയാസ് അതിൽ സെറ്റ് ചെയ്ത് വെക്കും. ഒന്ന്, ഓസ്ട്രേലിയയിലുള്ള ആളാണോ, ലോക്കൽ അഡ്രസ് ഉണ്ടോ, ലോക്കൽ മൊബൈൽ നമ്പർ ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇതൊന്നും ഇല്ല എങ്കിൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഇതിനെ ഒരു റിജക്ഷൻ ബക്കറ്റിലോട്ട് നമ്മുടെ CVs മാറ്റി വെക്കും. അപ്പോൾ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ കമ്പനീസ്, അതായത് ഒരു 15 to 100 എംപ്ലോയീസ് ഒക്കെ ഉള്ള കമ്പനീസ്. ഇവരൊക്കെ CV മാനുവലി ആയിരിക്കും നോക്കുന്നത്. ഇങ്ങനെയുള്ള കമ്പനീസ് കൂടുതലും ടാലന്റ് ഉള്ളവരെ ആയിരിക്കും ഹയർ ചെയ്യാൻ ശ്രമിക്കുന്നത്, റിഗാർഡ്ലെസ് ഓഫ് ലൊക്കേഷൻ. അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഷോർട്ട് കവർ ലെറ്റർ കൂടെ റൈറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അതിൽ എന്തുകൊണ്ടാണ് ഈ ജോബിന് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാരണവും മെൻഷൻ ചെയ്യുക. ഒരു റോബോട്ടിക്സ് ഫേമിലേക്ക് ഇതുപോലെ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കവർ ലെറ്റർ എഴുതുന്നതിന്റെ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കാവേ. ഈ കമ്പനീസ് ഒന്നും ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് തരത്തില്ല. അവർ ആദ്യം റിമോട്ട് ജോബ് ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. നമ്മുടെ വർക്കിംഗ് സ്റ്റൈലും സിൻസിയാരിറ്റിയും ടാലന്റും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓവർസീസിലോട്ട് അവരൊരു സ്പോൺസർഷിപ്പ് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനത്തെ കുറെ റിമോട്ട് ജോബ്സ് കണ്ടെത്താനുള്ള കുറച്ച് സൈറ്റ്സ് ഞാൻ ഇവിടെ ഇടുവാണേ. സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള ഒന്നാമത്തെ വഴി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.